അഖിൽ, എന്തൊക്കെയാണ് പ്രചരണ രംഗത്ത് എൽ ഡി എഫിനെ എടുത്തു പറയാവുന്നത് ഇടുക്കി ജില്ലയിൽ? കാരണം മറുവശത്ത് തൊടുപുഴയിലും ഇടുക്കിയിലും അടക്കം വലിയ അടി ഘടകകക്ഷികൾ തമ്മിൽ യു ഡി എഫിൽ നടക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ അജിംഷാദ്, തീർച്ചയായും ഇടുക്കി ജില്ലയിൽ യു ഡി എഫിനെ സംബന്ധിച്ച് സീറ്റ് വിഭജനമോ സീറ്റ് നിർണ്ണയമോ ഒന്നും തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഭ്യന്തരമായ കലാപങ്ങൾ നടക്കുകയാണ്. മറുവശത്ത് ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാവരും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളായി കളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്കൊപ്പം ഉടുമ്പൻചോല മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ കെ ജയചന്ദ്രനുണ്ട്. അദ്ദേഹം ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നിലവിലത്തെ പ്രചരണ രീതികളെ പറ്റി. എവിടം വരെയായി പ്രചരണം? എന്തൊക്കെയാണ് നിലവിലെ പ്രതീക്ഷ? ഉടുമ്പൻചോലയെ സംബന്ധിച്ച് കെ ജയചന്ദ്രൻ എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ടതില്ല. 15 കൊല്ലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. ആ ഒരു അനുഭവ സമ്പത്തോടു കൂടി ആണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഉടുമ്പൻചോല നിയോജക മണ്ഡലം 2001 ആദ്യമായി യു ഡി എഫിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനിവിടെ മത്സരിക്കുകയും എനിക്ക് അനുകൂലമായി അന്ന് ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തതിൻ്റെ ഫലമായി നല്ല ഭൂരിപക്ഷത്തിൽ അന്ന് വിജയിച്ചു വരികയുണ്ടായി. അന്ന് ഈ നിയോജക മണ്ഡലത്തിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു റോഡുകൾ പോലും ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ വൈദ്യുതിയുടെ പ്രശ്നമാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണെങ്കിലും എല്ലാം വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാനന്ന് കേരള അസംബ്ലിയിൽ ഇടതുപക്ഷം വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമായിരുന്നു എന്ന് പറയാം. ഞങ്ങൾ 40 MLA മാത്രമാണ് അന്ന് അസംബ്ലിയിലുണ്ടായിരുന്നത്. എങ്കിലും ആ സാഹചര്യത്തിലും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിനു വേണ്ടി ഉള്ള ശക്തമായ പരിശ്രമം ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് രാഷ്ട്രീയത്തിനതീതമായി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്നവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ അന്ന് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് തൂക്കുപാലത്താണ്. തൂക്കുപാലം ടൗൺ എന്ന് പറയുന്നത് അന്ന് ഒരു വണ്ടി കഷ്ടിച്ച് കടന്നു പോകുന്നൊരു ടൗൺ മാത്രമാണ്. ഞങ്ങളന്ന് വളരെ ശ്രമകരമായ ഒരു ജോലി നടത്തിയാണ് ഈ ടൗണ് അന്ന് വികസിപ്പിച്ച് കടകളെല്ലാം കുറച്ച് പുറകോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫ്രണ്ടെല്ലാം മുറിച്ച് മാറ്റിച്ച് അതെല്ലാം അവർ വലിയ നിലയിൽ സഹകരിച്ചിട്ടുണ്ട്. അവിടെ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പിന്നീട് ഇവിടെ രാമക്കൽമേട് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതും അതൊരു ഡെസ്റ്റിനേഷനായിട്ട് തിരഞ്ഞെടുക്കുകയും പിന്നീട് അവിടെ കാറ്റാടി 2007 BSൻ്റെ ഗവൺമെൻറ് വന്ന സന്ദർഭത്തിലാണ് അവിടെ കാറ്റാടി പാടം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ മേഖലകളിലും ഒരുപോലെ ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫലമായി 3 ടേം ആണ് ഞാനിവിടെ നിന്ന് മത്സരിച്ചത്. ഓരോ പ്രാവശ്യവും ജനങ്ങൾ രാഷ്ട്രീയമായി അപ്പുറത്തുനിന്ന് എത്ര വലിയ എതിർപ്പ് കൊണ്ടുവന്ന് പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സഖാവ് MM മണിയാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ MLA എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ അന്ന് തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനും പുതിയതായി ഒട്ടേറെ പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വളരെ അഭിമാനകരമായൊരു പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടപ്പാക്കിയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതേ നാട്ടിലെ ജനങ്ങൾക്കൊന്നും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം പുതിയ സാഹചര്യത്തിലോട്ട് കടക്കുമ്പം അന്ന് പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി കൂടാതെ ഇനിയും അതിൻ്റെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട പദ്ധതികളുണ്ട്, തുടങ്ങി വച്ചിരിക്കുന്ന പദ്ധതികളുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഭാവി വരുമാനവും എല്ലാം കണക്കാക്കിക്കൊണ്ടുള്ള പുതിയ പ്രൊജക്റ്റുകളും പദ്ധതികളും വരേണ്ടതുണ്ട്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ വ്യക്തിപരമായി ഇവിടുത്തെ ആളുകൾക്ക് മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഞാൻ എങ്ങനെയാണ് അവരോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളത്. അവരും ഞങ്ങളും കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഓരോ പ്രദേശത്തെയും വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തിയത് എന്ന് അതിന് ശേഷമുള്ള അനുഭവവും അവർക്കുണ്ട്. അപ്പോൾ ഈ 2 അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പം
കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് മണിയെ ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ ഒരു ശക്തമായ ഇടതുപക്ഷ അനുകൂലമായിട്ടുള്ള കാറ്റ് ഇപ്പോഴും നിയോജകമണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒട്ടേറെ സ്ഥാപനങ്ങളിലും വ്യക്തികളെ എല്ലാം സമീപിച്ചിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളും കവർ ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത്, എങ്കിലും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പ്രവർത്തകരെല്ലാം വളരെ ആവേശത്തോടു കൂടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മറ്റനുഭാവികളും എല്ലാം ഒരുപോലെ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലോട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ഇറങ്ങി അനുകൂലമായി പ്രകടനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചില സ്ഥലങ്ങളിൽ തന്നെ റോഡ് ഷോയ്ക്ക് വിളിച്ചിരുന്നു, ഞാനവിടെ പോയിട്ടുണ്ട്, രാജകുമാരിയൊക്കെ. അങ്ങനെ എല്ലാ മേഖലയിലോട്ടും ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനം ഇപ്പം പിന്നെ ഫ്ലെക്സും ബോർഡും ബാനറുകളും എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചുവരെഴുത്തും സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ആ നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കും. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ചിഹ്നം. ആ ചിഹ്നം ഉടുമ്പൻചോലയിലെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞുപോയ ചിഹ്നമാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. പൂർണ്ണ ആത്മവിശ്വാസത്തിൽ നല്ല ആത്മവിശ്വാസമാണ്. അടുത്ത തവണയും 4ാം ടൈമും വിജയിച്ചു വരുമെന്ന പൂർണ്ണ ശുഭഭക്തി വിശ്വാസത്തോടെയാണ് ഇലക്ഷനെ നേരിടുന്നത്. 100% ആത്മവിശ്വാസത്തോടു കൂടിയാണ്. ഇപ്പം ഞാനിവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിച്ചിട്ടുമുണ്ട്.